എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പിറ്റേ ദിവസം അമ്മയുടെ പിറന്നാളായിരുന്നു കേട്ടോ. അപ്പോൾ അന്നേ ദിവസം തന്നെ ഞങ്ങളുടെ മാമൻ്റെ വീടിൻ്റെ അടുത്തൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, എന്നമ്മാവലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ മാമൻ്റെ വീട്ടിൽ പോയി. അത് കഴിഞ്ഞപ്പോൾ ഉണ്ണിയോള് ഒരു സർപ്രൈസൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അമ്മയ്ക്കും എനിക്ക് വേണ്ടിയിട്ട് കേക്ക്. എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് അവർ ലേറ്റ് ആയപ്പോൾ തന്നെ അമ്മയ്ക്ക് സംഭവം മനസ്സിലായി, എന്തോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അപ്പോൾ വലിയവരാരും ഇല്ല, അമ്മായി മാമനൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആര് കേക്ക് മുറിക്കുകയാണ്, ആരുടെ ബർത്ത്ഡേ ആണെങ്കിലും മോനായിരിക്കും കേട്ടോ ഫസ്റ്റ് മുറിക്കാനായിട്ട് നിൽക്കുക. അവൻ ജനിച്ചതിന് ശേഷം പിന്നെ എപ്പോഴും അങ്ങനെ തന്നെയാണ്, ഞങ്ങൾക്ക് കേക്ക് കട്ട് ചെയ്യാനേ പറ്റാറില്ല, അവൻ തന്നെയാണ്. അത് എല്ലാ വീട്ടിലും ഉണ്ണിയോളം അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അവനാണ് കേട്ടോ ഞങ്ങളുടെ കൈവൊക്കെ പിടിച്ചിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തത്. അപ്പോൾ ഓൾറെഡി നമ്മൾ വീട്ടിൽ ഒന്ന് കേക്ക് കട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ഇങ്ങനെ ഒരുക്കിയപ്പോൾ നമ്മൾ പിന്നെ വേറെ ഒന്നും ചെയ്തില്ല, അവിടെ അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി, മോനും ഭയങ്കര ഇഷ്ടമായി. എന്നെപ്പോലെ ഒരു നല്ല കേക്ക് ലവറാണ് എൻ്റെ മോൻ. ഞാനും ഇഷ്ടംപോലെ കേക്കൊക്കെ തിന്നായിരുന്നു. ഇപ്പോൾ ഇത്തിരി മധുരമൊക്കെ ഒന്ന് കുറച്ച് വന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് അവിടെ ഉണ്ണിയോളുടെ ഒപ്പം കൂടിയിട്ട്. അങ്ങനെ പിന്നെ സുരേഷ് ചേട്ടനും അമ്മയ്ക്കും എനിക്കും മോനൊക്കെ കേക്കൊക്കെ തന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു, കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ മോൻ്റെ വകയിൽ പാട്ടുണ്ടായിരുന്നു. ഇതെല്ലാ പാട്ടുകളും കൂടിയിട്ടൊന്ന് മിക്സ് ആക്കിയൊരു പാട്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരപ്പോൾ ഉണ്ണിയോള് ലൈം ഉണ്ടാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു സ്പെഷ്യൽ രീതിയിലാണ് ഉണ്ടാക്കിയത്, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മാമ വന്നപ്പോൾ ഞങ്ങൾ ഉമ്മറത്തൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കി, എല്ലാവർക്കും ഇട്ട് ഓരോന്ന് വെച്ചിട്ട് കളിയാക്കലൊക്കെ ആയിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ പാടത്തേക്ക് വിട്ടു കേട്ടോ. അവിടെ നല്ല രസമാണ് പാടം. നമുക്ക് ആ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ ഭാഗമൊക്കെ കാണാം, ശോഭ സിറ്റി, അതേപോലെ വിലങ്ങുന്നൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ മിക്കതും അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്നിരിക്കാറുണ്ട്, നല്ലൊരു വൈബാണ് അവിടെ ചെന്നിരിക്കുക. അന്നത്തെ ദിവസം മോന് പനി ചുമയായതുകൊണ്ട് സ്കൂളിൽ വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവന് ഫുൾ സ്വർഗ്ഗമായിരുന്നു, ഫുൾ കളിയായിരുന്നു കേട്ടോ അവിടെ.